നമസ്തേ. കഥകളതിസാഗരത്തിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ പഞ്ചതന്ത്ര കഥകളാണ് പറയുന്നത്. പഞ്ചതന്ത്രത്തിലെ മൂന്നാമത്തെ കഥ, അതായത് കഴിഞ്ഞ കഥയിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഒരു സിംഹത്തിൻ്റെ, പിങ്കളൻ എന്ന സിംഹം സഞ്ജീവകൻ എന്ന കരുത്തനായ കാളയുടെ ഗർജനം കേട്ട്, മൂക്കറ കേട്ട് പേടിച്ചു. അപ്പം മന്ത്രിമാരായ കരടകനും ദമകനും എന്താ നമ്മുടെ രാജാവിനെ പേടിപ്പിക്കാൻ മാത്രം ഉണ്ടായി, ഈ ശബ്ദം എവിടുന്ന് വന്നു എന്ന് ചിന്തിക്കാൻ തുടങ്ങി. അപ്പം കരടകന് അതത്ര ഇഷ്ടപ്പെട്ടില്ല. ദമനകൻ പറഞ്ഞു, എന്ത് പറ്റി രാജാവിനെന്ന് പറഞ്ഞപ്പോൾ, എന്തെങ്കിലും പറ്റിക്കട്ടെ, നമുക്കിതിൽ ഇടപെടണമെന്ന് പറഞ്ഞു. അതങ്ങനെയല്ല, നമുക്ക് എന്താണെന്ന് അന്വേഷിക്കണം എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ കരടകൻ എന്ന മന്ത്രി ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെട്ടിട്ട് ജീവഹാനി സംഭവിച്ച ഒരു മർക്കടൻ്റെ, ഒരു കൊരങ്ങച്ചൻ്റെ കഥ ഞാൻ പറയാം, അപ്പം നിനക്ക് മനസ്സിലാവും ഇടപെടണ്ടെന്ന്. എന്നാൽ നീ പറയും കഥ എന്ന് പറഞ്ഞ് മർക്കടന് അപായം പറ്റിയ, ജീവഹാനി പറ്റിയ കഥ കരടകൻ എന്ന മന്ത്രി, മൃഗരാജൻ്റെ മന്ത്രി പറയുകയാണ്. ഒരു കാടിൻ്റെ നടുവിലായിട്ട്, നല്ലൊരു കാടാട്ടോ, ഒരുപാട് വിശാലമായ കാട്, നല്ലൊരു ക്ഷേത്രം ഉണ്ടായിരുന്നു. കാലപ്പഴക്കം കൊണ്ട് ആ ക്ഷേത്രം അങ്ങോട്ട് നശിച്ചു. അതൊന്ന് പുതുക്കി പണിയണമെന്ന് ആ നാട് ഭരിച്ചിരുന്ന രാജാവിന് തോന്നി. ഒരുപാട് പേരെ പണിക്കാരെയൊക്കെ ഏർപ്പെടുത്തി അവിടെ കാട്ടിൽ ചെന്ന് മരമൊക്കെ മുറിച്ചിട്ട് മരക്കറുത്ത് പാകത്തിനാക്കണ്ടേ, ക്ഷേത്രത്തിൻ്റെ മേൽക്കൂരിയൊക്കെ പണിയാനായിട്ട്. അങ്ങനെ മരം ഇറക്കാനുള്ള ഏർപ്പാടൊക്കെ ആയി. ധാരാളം മരപ്പണിക്കാർ കാട്ടിൽ തന്നെ ഒരു ടെൻ്റൊക്കെ കെട്ടി താമസിച്ച് മരം അറുത്ത് പൊക്കത്തേക്ക് കയറ്റി വെച്ച്. എങ്ങനെയാണ് മരം ഇറക്കുക കണ്ടിട്ടുണ്ടോ നിങ്ങൾ? രണ്ട് ഭാഗത്തും മരം ഇങ്ങനെ വലുത് തട്ടി ഇങ്ങനെ ഉരുട്ടി കയറ്റി താങ്ങി നിർത്തും. എന്നിട്ട് അറക്കവാള് കൊണ്ട് കറക്റ്റായിട്ട് വച്ചിട്ട് ഒരാൾ മുകളിൽ നിൽക്കും, ഒരാൾ താഴെയിരിക്കും. എന്നിട്ട് ഈ വാള് മുകളിലുള്ള ആൾ ഇങ്ങനെ മേലോട്ട് വലിക്കും, താഴെയുള്ള ആളോ കീഴോട്ട് വലിക്കും, പിന്നെ മേലോട്ട് വലിക്കും, കീഴോട്ട് വലിക്കും, മേലോട്ട് വലിക്കും, കീഴോട്ട് വലിക്കും. ഇങ്ങനെയുള്ള കാഴ്ചകൾ എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് പല പറമ്പുകളിലും കണ്ടിട്ടുണ്ട്. മരമറക്കുന്ന രീതി അങ്ങനെയായിരുന്നു. അപ്പോൾ അത് ഒരൊറ്റ ദിവസം കൊണ്ട് മുഴുവൻ തടി അറക്കാൻ പറ്റില്ല. അങ്ങനെ വരുമ്പോൾ എന്തുണ്ടാവും, മരം അങ്ങോട്ട് അറുത്ത് കഴിഞ്ഞിട്ട് പിന്നെ അത് അകന്ന് ഇങ്ങനെ നിൽക്കണം, അത് സ്ഥിരം നിൽക്കണം, കൂട്ടി യോജിക്കാൻ പാടില്ല, രണ്ട് ഭാഗമായി കഴിഞ്ഞാൽ. അപ്പോൾ അതിനിടയ്ക്ക് ഫിറ്റായിട്ട് അങ്ങോട്ട് ഇരിക്കുന്ന ഒരു മരക്കഷ്ണം, ആപ്പ് എന്നുള്ളതിന് പറയുക. ഇപ്പം നിങ്ങൾ കേട്ടിട്ടുള്ള ആപ്പൊക്കെ മൊബൈലിൽ ആപ്പ്, മറ്റേ ആപ്പ്, മറിച്ച ആപ്പ്, വാട്സാപ്പ്, ആ ആപ്പുകളാണ്. ഈ ആപ്പ് അതല്ല. മരം കൂടിച്ചേരാതിരിക്കാൻ, അകന്നിരിക്കാൻ അതിനിടയിൽ ഇങ്ങനെ അടിച്ച് കയറ്റും. അപ്പോൾ ഇതങ്ങോട്ട് ടൈറ്റായിട്ട് അടിച്ച് കയറുമ്പോൾ അത്രയും ഭാഗമാകുന്നിരിക്കുക. വീണ്ടും കുറച്ച് ഇങ്ങോട്ട് കയറി വന്ന് അറുത്തുള്ളിലേക്ക് കയറി വരുമ്പോൾ അടുത്ത ആപ്പ് അടിക്കും. ഇങ്ങനെ ഇവിടെ ചിലപ്പോൾ അപ്പം കൂടുതൽ വലിയ ആപ്പ് വേണ്ടി വരും. അപ്പോൾ കുറച്ച് വലിയ ആപ്പ് എടുക്കും. അപ്പോൾ ഇതിനെ ഇളക്കി പറിച്ചെടുക്കും, വലിയ ആപ്പ് അടിച്ച് കയറ്റും. അങ്ങനെ ആപ്പടിച്ച്. അപ്പോൾ അവർക്ക് ഉച്ചയ്ക്ക് ഒരു ദിവസം ഇങ്ങനെ മരം അറുത്തുകൊണ്ടിരിക്കും. ധാരാളം കാട്ടുമൃഗങ്ങളുമൊക്കെ ഉള്ള കാടാണ് കേട്ടോ. അങ്ങനെ ഇരിക്കും. ഒരു ദിവസം അവർ ഉച്ചഭക്ഷണത്തിന് വേണ്ടി പോയപ്പോൾ ഈ അറുത്ത് മുറിച്ച മരം ഇങ്ങനെ കൂടി ചേർന്നാൽ പിന്നെ എങ്ങനെയാണ് അറക്കണം, വീണ്ടും ഇതാവണ്ടേ. അപ്പോൾ ഇതുപോലെ ആപ്പടിച്ച് വെച്ചിട്ടാണ് ഇവർ പോയത്. അപ്പോൾ മരത്തിൻ്റെ അറുത്ത് മാറിയ രണ്ട് ഭാഗം ഇങ്ങനെ പിളർന്നിരിക്കും. ആപ്പ് നടുക്ക് അതങ്ങനെ പിളർത്തിക്കൊണ്ടേ സൂക്ഷിക്കും. അവർ വരുമ്പോൾ ഈ ആപ്പ് അവിടെ ഇരുന്നാലും വാൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ട് കീഴ്പോട്ടും മേലോട്ടും വലിച്ച് മരം അറക്കൽ നടക്കുകയും ചെയ്യും. അങ്ങനെയാണ് ആ ജോലി ചെയ്യുന്നത്. അപ്പോൾ ആ കാട്ടിൽ ഈ പണിക്കാരൊക്കെ അങ്ങോട്ടും മാറിയപ്പോൾ ഓടിക്കാൽ ചാടി നടക്കുന്ന കുരങ്ങന്മാരൊക്കെ ധാരാളം പേര് ഈ മരത്തിൽ കയറും, അങ്ങോട്ട് ചാടും ഇങ്ങോട്ട് ചാടും, അവർക്കൊരു കളി അങ്ങനെ. അപ്പം അക്കൂട്ടത്തിൽ മിടുമിടുകനായൊരു കുരങ്ങനുണ്ടായിരുന്നു. ആ കുരങ്ങനെ ഈ ആപ്പും മരവും ഇതൊക്കെ കണ്ടപ്പോൾ അറക്കവാള അവരിങ്ങനെ വെച്ചില്ല കേട്ടോ, താഴേട്ടേക്ക് പറഞ്ഞു. അതൊക്കെ ഒന്ന് മണത്ത് വയ്ക്കാൻ നോക്കിയപ്പോൾ ഈ ആപ്പ് കണ്ടപ്പോൾ കുരങ്ങൻ ഈ മരത്തിൻ്റെ മുകളിൽ അങ്ങോട്ട് ഇരുന്നു. മരത്തിൻ്റെ മുകളിൽ ഇരുന്ന് കഴിഞ്ഞിട്ട് ഈ ആപ്പൊന്ന് പിടിച്ചു നോക്കി, ഒരിളക്കവും ഇല്ല. അപ്പം കുരങ്ങച്ചിന് തോന്നി, ഈ ആപ്പൊന്ന് അങ്ങോട്ട് പിടിച്ച് വലിച്ച് മാറ്റി ഊരി കളഞ്ഞാലെന്താ എന്നൊരു തോന്നല്. നല്ലോണം മുറുക്കി പിടിച്ചു നോക്കിയില്ല. അപ്പം ഇരിപ്പ് മതിയാവേണ്ടാവും എന്ന് കരുതിയിട്ട് എന്ത് ചെയ്തു, കുരങ്ങച്ചൻ അങ്ങോട്ട് വിടവിലൂടെ, ഈ മരത്തിൻ്റെ പിളർന്നിരിക്കുന്ന വിടവിലൂടെ അങ്ങോട്ട് അമർന്നിരുന്നപ്പോൾ എന്താ സംഭവം, വാലും പിന്നെ കുരങ്ങൻ്റെ ലിംഗവും, നാടൻ ഭാഷയിൽ കൊച്ചുകുട്ടികളെ എൻ്റെ നാട്ടിൽ പറയും അതിന് കോകുമണി എന്നാണ്.
ഈ കോക്കുമണി അതിൻ്റെ ഉള്ളിൽ കേട്ടു. വൃഷണങ്ങൾ എന്നാണ് സഭ്യമായ ഭാഷ. ഈ വൃഷണങ്ങൾ ഈ തടി കഷ്ണത്തിൻ്റെ പിളർന്നിരിക്കുന്ന ഭാഗത്തേക്ക് കീഴ്പ്പെട്ടേക്ക് പോയി. ആ ഇരിപ്പ് നല്ല സുഖമായിട്ട് അങ്ങോട്ട് കുരങ്ങന് തോന്നി. കുരങ്ങൻ ഈ ആപ്പ് പൊട്ടിച്ച് വൃഷണം അതിൻ്റെ ഇടയിൽ വാലും കീഴ്പോട്ട് അങ്ങനെ ഇരുന്ന് അങ്ങോട്ട് ആഞ്ഞിളക്കി ഈ ആപ്പ് വലിച്ചെടുക്കണം. അതാ കുരങ്ങച്ചൻ്റെ ഒരു മോഹം. അതിനു വേണ്ടിയായിരിക്കണേ, ഒരു വാശി. ചുമ്മാ അത് ഇളക്കി കളയണം. വല്ല കാര്യമുണ്ടോ? ആ മരപ്പണിക്കാർ വച്ച് അവരുടെ കാര്യത്തിന് അടിച്ചിറക്കി വെച്ചേക്കണം ആപ്പിളക്കണ്ട ഒരു കാര്യമില്ല കുരങ്ങച്ചന്. ആവശ്യമില്ലാത്ത കാര്യത്തിൽ ചെന്ന് പെട്ടതല്ലേ. അങ്ങനെ ഈ ആ പങ്കട്ട് വലിച്ച് ഇങ്ങോട്ട് ഇളക്കി ആ ഇരുപ്പ് നല്ല സുഖമായി ഇളക്കാൻ പറ്റി. ഇളക്കി ആപ്പിന് ചെറിയൊരു ഇളക്കാൻ പറ്റി. സന്തോഷമായി കൈയടിച്ചു. ഒന്നുകൂടെ ഞാഞ്ഞങ്ങോട്ട് വലിച്ചു. ഒന്ന് ഇളകി കഴിഞ്ഞപ്പോൾ പിന്നെ വേഗം ഒന്ന് ഇളക്കാം. ഇളകി കഴിഞ്ഞിട്ട് ഈ ആപ്പങ്ങോട്ട് തെറിച്ചു പോയെങ്കിലോ? ഭഗവാനെ, എന്താ പറ്റിയേ? എന്താ സംഭവിച്ചേ? ഒന്ന് ഊഹിച്ചു നോക്കൂ. താട്ടിക്കഷ്ടം രണ്ടും കൂടി അങ്ങോട്ട് ചേർന്നല്ലേ ഒന്നിച്ച്. അതിൻ്റെ ഇടുക്കിൽ പെട്ടുപോയി. എന്തൊക്കെ പെട്ടു? കുരങ്ങച്ചൻ്റെ കോക്കുമണിയും പെട്ടു, വാലും പെട്ടു. തങ്കട്ടടിച്ച് നിറഞ്ഞ് അടിച്ച് പരന്നില്ലേ കുരങ്ങച്ചന്. ജീവൻ പോയി. വേദന കൊണ്ട് പൊളഞ്ഞുറക്ക വേ എന്നൊക്കെ ശബ്ദം ഉണ്ടാക്കി. മ്യാവും എന്നൊക്കെ പൂച്ചപ്പോലെയും പട്ടിയെപ്പോലെയും നായെപ്പോലെയൊക്കെ കരഞ്ഞു. ഒന്നും ഒരു കാര്യം ഉണ്ടായില്ല. കുറച്ച് സമയം വേദന സഹിക്കുക വയ്യാണ്ട് കുരങ്ങച്ചൻ്റെ ജീവൻ അങ്ങോട്ട് പോയി. ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെട്ട കുരങ്ങച്ചന് ജീവഹാനി സംഭവിച്ചു. അതാണ് ഈ കഥയിൽ നിന്നുള്ള ഒരു ഗുണപാഠം. വേണ്ടാത്ത കാര്യങ്ങളിൽ ഇടപെട്ടാൽ, അവിവേകം പ്രവർത്തിച്ചാൽ കുരങ്ങച്ചന് പറ്റിയതുപോലെ നമുക്കും അപായങ്ങൾ ഉണ്ടാകാം എന്ന പാഠമാണ് ഈ മർക്കടാപായം എന്ന് പറയുന്ന മൂന്നാമത്തെ കഥ. ഇത് കരടകൻ ദമകനോട് പിങ്കളൻ എന്ന മൃഗരാജൻ്റെ മന്ത്രിമാർ തമ്മിൽ പറയുന്ന കഥയാണ്. ഇന്ന് ഞാൻ ഈ കഥ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. പഞ്ചതന്ത്രത്തിൽ മിത്രഭേദം എന്ന തന്ത്രം പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്. ഇതുവഴി വന്നാലും ഇത്തിരി നേരം ഇരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും. പഞ്ചതന്ത്രം കഥകൾ അത്ര പ്രസിദ്ധമൊന്നുമല്ല. അതുകൊണ്ട് നിങ്ങൾ കേൾക്കൂ, നിങ്ങളുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കൂ. വേണ്ടാത്ത കാര്യത്തിൽ ഇടപെടരുത്, അപകടമാണ് പതിയിരിക്കുന്നത് എന്നുള്ള ഗുണപാഠം മനസ്സിലാക്കി കൊടുക്കൂ ഈ കഥകളിലൂടെ. രാജകുമാരന്മാർക്ക് വരെ സൽബുദ്ധി ഉപദേശിച്ച കഥകളാണ് കേട്ടോ. എല്ലാവർക്കും നന്ദി.